ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് അലീന എല്ലാവരോടും യാത്ര പറയുന്നതാണ്. ഇന്നലത്തേതിൻ്റെ തുടർച്ചയായിട്ട് വൈജയന്തിയും അലീനയും കാണിക്കുന്നുണ്ട്. വൈജയന്തി അലീന പറഞ്ഞത് കേട്ട് തലക്കടിയേറ്റതുപോലെ നിൽക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നു, മാഡം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. അച്ഛൻ എൻ്റെ അച്ഛനായിരുന്നു, മാഡം എനിക്ക് അമ്മയായിരുന്നു, കുഞ്ഞുങ്ങൾ എൻ്റെ കൂടപ്പിറപ്പുകളായിരുന്നു. ഞാൻ അങ്ങനെയേ കണ്ടിട്ടുള്ളൂ. ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. വൈജയന്തി തിരിഞ്ഞു നോക്കാനാകാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പിന്നെ അലീന മുത്തശ്ശിയുടെ അടുത്ത് പോയി കുറേ സമയം സംസാരിച്ചു. മുത്തശ്ശിക്ക് നല്ല സങ്കടമുണ്ട് അലീന പോകുന്നതിൽ. മുത്തശ്ശി അലീനയുടെ കൈ പിടിച്ചു വെച്ച് പൊട്ടിക്കരയുകയാണ്. മോളെ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് മുത്തശ്ശിയുടെ അനുഗ്രഹം വേണമെന്ന് അലീന പറയുമ്പോൾ മുത്തശ്ശി തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. പുറത്തിറങ്ങിയപ്പോൾ ഗംഗേട്ടനും ശിവേട്ടനും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടും യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. മനുവാണ് അലീനയെ തിരിച്ചു കൊണ്ടാക്കിയത്. മനു ആദ്യം വളരെ ദേഷ്യത്തിലും ഗൗരവത്തിലുമാണ് ഇരുന്നത്. പക്ഷേ അലീനയുടെ ഒരു ഡയലോഗ് കേട്ടപ്പോൾ മനു അലിഞ്ഞില്ലാതെയായി. മനു ചോദിച്ചു, നിനക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് ഒരു വിഷമവും ഇല്ലേ? ഇനി വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ എന്താവുമെന്ന് ഒരു ചിന്തയും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ അലീന പറഞ്ഞു, ഇല്ല, എനിക്ക് എല്ലാവരും ഉണ്ടല്ലോ. എനിക്ക് അച്ഛനുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, പിന്നെ മനുവേട്ടനുമുണ്ട്. ഇത് കേട്ടതും മനുവിന് ഭയങ്കര സന്തോഷമായി. മനുവിൻ്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. എന്നെ സംരക്ഷിക്കാൻ ഒരാളുണ്ടെന്നൊരു തോന്നൽ എനിക്കുണ്ട്. മനുവേട്ടൻ വിചാരിക്കുന്നതിനേക്കാൾ വലുതാണ് എൻ്റെ മനസ്സിൽ മനുവേട്ടൻ്റെ സ്ഥാനം എന്നൊക്കെ പറഞ്ഞു. മനു ഒരു സൈഡിലേക്ക് കാർ നിർത്തിയിട്ട് കൈ നീട്ടിയപ്പോൾ അലീനയും ആ കയ്യിൽ ചേർത്ത് പിടിച്ചു. എന്നിട്ട് രണ്ടുപേരും കൂടി സന്തോഷത്തോടു കൂടി പരസ്പരം നോക്കിയിരിക്കുകയാണ്. നാളത്തെ പ്രൊമോ കാണിക്കുന്നത് വൈജയന്തി ദേഷ്യത്തിൽ ബബിതയോട് എന്തൊക്കെയോ കുറ്റങ്ങൾ പറയുകയാണ്. അപ്പോൾ ബബിത പറയുകയാണ്, അമ്മയ്ക്ക് എപ്പോൾ വിളിച്ചാലും അച്ഛൻ്റെയും അലീന ചേച്ചിയുടെയും കുറ്റം പറയാൻ മാത്രമേ സമയമുള്ളൂ എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കൃഷ്ണമോള് അലീനയോട് പറയുന്നു, ചേച്ചി പോയാൽ പിന്നെ ഇവിടെ എന്താകുമെന്ന് അറിയില്ല. അമ്മ തിരിച്ചു വരും, പക്ഷേ അതിനുശേഷം അച്ഛൻ അലീന ചേച്ചി ഉള്ളത് കൊണ്ടാണ് പൊട്ടിത്തെറിക്കാതിരിക്കുന്നത്. പിന്നെ എന്താകുമെന്ന് എനിക്ക് ടെൻഷനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് ബാലചന്ദ്ര മേനോൻ എല്ലാവരോടും കൂടിയായി പറയുകയാണ്, നാളെ മുതൽ നിന്റെ തലവര മാറുകയാണ്, നിനക്ക് നല്ല കാലം വരാൻ പോവുകയാണ് എന്ന് അലീനയോട് പറയുന്നു. വളരെ നല്ല ഒരു സ്ഥലത്തേക്കാണ് നീ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ ബാലചന്ദ്ര മേനോൻ സ്റ്റാൻലിയോട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ബാലചന്ദ്ര മേനോൻ പറയുന്നു, താങ്കൾ ആരാണെന്നുള്ള സത്യം എനിക്ക് എല്ലാവരോടും വെളിപ്പെടുത്തുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സ്റ്റാൻലി ഓക്കെ എന്ന് പറയുന്നു. പിന്നെ സ്റ്റാൻലിയുടെ വീട് കാണിക്കുന്നു. അപ്പോൾ അലീനയും കൊണ്ട് ബാലചന്ദ്ര മേനോൻ എത്തുന്ന രംഗമായിരിക്കും എന്ന് തോന്നുന്നുണ്ട്.